ഇന്നെന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. രാവിലെ തന്നെ എനിക്ക് ന്യൂസ് കണ്ട് മടുത്തേ. നമുക്കിനി പോയി നേരം ജിമ്മിൽ കയറി വർക്കൗട്ട് ചെയ്തു. ടി വി ഉണ്ട് മടുത്തേ. ഇതാണെങ്കിൽ വിളിക്കുന്നത് സാറേ എന്താണ് മൈക്കേ ഈ അറിഞ്ഞില്ലേ വിജയ് സാറിന് തട്ടിക്കൊണ്ടുപോയി. വിജയ് സാറിന് തട്ടിക്കൊണ്ട് പോയ മൈക്ക അവിടെ ചുമ്മാ കവള് പിടിച്ചിട്ട് നിനക്കിടന്ന് പറഞ്ഞു അവിടെ നീ എന്തിനാ ഉടക്കി കൊണ്ടേത് നീ എന്തുവാണേ പിച്ചും പെയ്യും കിടന്ന് പറയും. ക്ഷീണത്തിൽ നിന്ന് വന്ന് എനിക്ക് പിച്ചും പെയ്യും പറയുവാണ്. നമ്മുടെ ദേഹം ഉരഞ്ഞു പോയി, ഇവിടൊക്കെ ചതഞ്ഞ്. മൈക്കേ സത്യത്തിനും പറഞ്ഞു നീ ഉറക്കപ്പിച്ചെന്ന് ഒന്ന് പറയില്ലേ, അതിനോട് നീ ന്യൂസ് വെച്ച് നോക്ക്. ന്യൂസ് ഇപ്പം കണ്ടേയുള്ള വിജയ് എന്ന് പറയുന്നത് കോട്ടിട്ടാണ്. അതോട് അത് തന്നെ ഞാൻ ഇപ്പോൾ ഒരുങ്ങി വരാടാ. എന്നിട്ട് CBI ഉള്ളതല്ലേടാ. അതേടാ ഞാനിപ്പോൾ വരാം. ഞാൻ പണ്ടൊക്കെ ആ കാര്യം നിർത്തിയതാണ് ഗൈസ്. ഞാൻ ഒരുങ്ങി വരാം ഗൈസ്. ഇനി നമുക്കിനി CBIയുടെ അവിടെ പോകണം ഗൈസ്. നമ്മൾ ഒരുങ്ങി വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് കക്കാശിനെ വിളിക്കണ്ട കേട്ടോ. കക്കാശി എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ഭയങ്കര ഉറക്കും കേട്ടോ. അവനെ വിളിക്കണ്ട, അവനെ കയറി പോകും. നമുക്ക് അവനെ വിളിക്കാതെ കയറി പോകാം കേട്ടോ. നമുക്കൊരു പണി കിട്ടുകയാണ് കേട്ടോ. ഞാനൊരു ബമ്പൻ പണിയാണ്. നമുക്കെന്ന് ഇത് പുഷ്പ സ്റ്റാർട്ട് വണ്ടിയാണ്. റിവേഴ്സും ബ്രേക്കും ഇട്ടാൽ മതി. നമ്മൾ വണ്ടിയുടെ വീടൊന്ന് വളച്ചു കൊടുക്കുന്നത്. അല്ല നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ആ സ്വിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും അത് പുഷ്പമായിട്ട് സ്റ്റാർട്ട് ആയിക്കോളും. നമ്മുടെ വണ്ടിയത് പാട്ടാണ് ഓഫ് ചെയ്യണം. എന്താണ് ഇത് പാട്ടൊക്കെ ഇവിടെ പാട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. സ്പോട്ടെന്ന് വെച്ചാൽ എനിക്കറിയാം. ഒരാളൊന്നും കഴിച്ചിട്ടില്ല. ന്യൂസൊക്കെ കാണാതിരിക്കുമായിരുന്നു. നമ്മുടെ ലൊക്കേഷൻ ഇവിടെയാണ്. സ്പീച്ച് നടന്ന ചേട്ടനൊക്കെ മാറി പറഞ്ഞു. അയ്യോ എൻ്റെ അമ്മച്ചിയെ ചേട്ടൻ എന്തുവാണ് സൗണ്ട് വേറെ വിവരം. ഞങ്ങൾക്ക് ബാക്കിൻ്റെ ഓവറടിച്ചിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി തടസ്സം സ്പീച്ചാണ്. അതാണ് ഫ്രാങ്കിനെ നീ ന്യൂസ് കണ്ടു. നമ്മുടെ നമ്മുടെ വിജയ് സാർ ഇവിടെ നിന്ന് സ്പീച്ച് ചെയ്യുമ്പോൾ അപ്പം നമ്മുടെ ഇവിടെ കറണ്ട് ഫുള്ളായിട്ട് കട്ടായിപ്പോയി. അതുകൊണ്ടാണ് ഈ മണത്ത് മിനുങ്ങുന്ന എന്താ നമുക്ക് നോക്കി നോക്കാം. അത് ഫോണല്ലേ, ഇത് വിജയ് സാറിൻ്റെ ഫോൺ. ഇങ്ങെടുക്കുക. ഓക്കെ, ഫോൺ നമ്മളിങ്ങെടുക്കാം. ഓക്കെ, എടുത്തേസ് ഈ ടേബിളിൻ്റെ മേളിലാണ് കേട്ടോ കാണുന്നത്. തവണ സാറ് ഇവിടെ നിന്ന് തുമ്മും കിട്ടിയില്ല, എന്നോട് തുമ്മനും കിട്ടിയില്ല. അയ്യോ സാർ നമ്മുടെ ഫോൺ ഇന്ന് പിടിച്ചോ. നമ്മുടെ SI അല്ല നമ്മുടെ മന്ത്രിയുടെ ഫോൺ. പ്രസിഡൻറ്റിൻ്റെ സോറി ഗൈസ്. ഞാനാണെങ്കിൽ ഓടിക്കും പോകുമ്പോൾ അയ്യോ തടസ്സാർ ഇനി വന്നോ കുഴപ്പമില്ല. അതെന്തോളാം ഞാൻ ബോംബ് ഒരുപോലൊക്കെ പൊട്ടാത്ത രീതിയിലാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ നമുക്ക് അവിടെ പോയി നോക്കാം. നമുക്ക് CCTV പോയി നോക്കാം ഗൈസ്. CCTV ഗൈസ് നമുക്ക് CCTV പോയി നോക്കാം. അവിടെ മേളിലുള്ള CCTV ഗൈസ് നമുക്ക് ഇന്ന് നോക്കി നോക്കാം. അതേപോലെ CCTV ഒക്കെ നോക്കി കഴിഞ്ഞു. CCTV നോക്കിയപ്പോൾ മനസ്സിലായത് നമ്മൾ ഒരു മാസ്ക് ഇട്ട് പറയണം. അവരുടെ കണക്കൊക്കെ ഉള്ള സൈസ് മുടിയാണ്, കുഞ്ഞു കുരുകരാളുള്ള മുടി. അതിനി അവനെ കണ്ടു. മാസ്ക് വരാത്തവരുണ്ട്. മാസ്ക് വെച്ചിട്ടുണ്ട്, മാസ്ക് വരാത്തവരുണ്ട്. ഞാനാണെങ്കിൽ നേരെ വണ്ടി എന്ന് പറഞ്ഞ പടം സ്പീഡിലാണ്. അതിൻ്റെ വീടൊക്കെ ഞാനോട്ടം മറ്റേ ലക്കി ഭാസ്കർ മറ്റേ ലക്കി ഫ്രാങ്ക്ലിനായിരുന്നപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഡീല് നടത്തിയിട്ടുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു 1-ാം തരം ഡീലായിരുന്നു കേട്ടോ. അത് എനിക്കിട്ട് പാര വെച്ചിരുന്നു. പാര അതിൻ്റെ പേരെന്തായിരുന്നു? ഏതോ രംബോച്ചല്ലേ, വേറെന്തോ പേരാ. തമിഴ് എങ്ങനെയാണോ ഇതാണോടെ പ്രസവനിക്കില്ല. സൗണ്ട് തന്നെ ഒന്നാമത് ക്ലാസ് ഓടിച്ചിട്ടുണ്ട്. സ്റ്റിക്കും മൂട അയ്യോ വേണ്ട. എടാ ഇങ്ങനെ ബോസ് ആരാ
നീ എന്തിനാ വിജയ കടത്തിക്കൊണ്ട്? അയ്യോ സാറേ ഞാൻ പറയാം, കണ്ടുപിടിച്ചോ സാറേ? അതാടാ, ഇത് കളിത്തോക്കൊന്നും അല്ല. നീ പറഞ്ഞോ എന്താ കളിത്തോക്കൊന്നും അല്ല സാറേ, ഞാൻ പറയാം. എൻ്റെ മിഷീൻ കൊണ്ടും ഉണ്ട്, വെടി വെച്ച് ഇടുവായിരുന്നെ. പറടാ. അത് ട്രവർ പറഞ്ഞേട്ടാ. ട്രവറാ? ട്രവറിൻ്റെ ഫുൾ നെയിം പറ. ട്രവർ. മറ്റേവൻ്റെ പേരോ? എൻ്റെ പേര് രംബോച്ചയാ. മറ്റേ ട്രവറിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഏതോ തമിഴാളിയാട്ടാ. അവൻ്റെ പേര് രംബോച്ചെന്നാണ്. അവനെ വന്ന് മലയാളം പോകാൻ അതിനെ ട്രവറിന് അവനെ ഏതാണ്ട് മറ്റേ ഓടിച്ചില്ലാണ്ടെന്ന് പറയുന്നു. പിന്നെ അവനെ പിടിച്ചുകൊണ്ട് ലോക്കപ്പ് കിട്ടും. ഓസ്കറായിട്ട് ഡിഗ്രിയൊക്കെ നോക്കി ഡോളറിനെ വിട്ടുക. ട്രവറിനെയും പൊക്കിയിട്ടുണ്ട്, അവനെയും പൊക്കിയിട്ടുണ്ട്. ഞാനൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് അകത്ത് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് തന്നെ കിട്ടി. ഒന്ന് വിട്ടുകളാ. നീ രണ്ടുപേരും കൂടെ ഒച്ച വെക്കല്ലേ. ഞാനിപ്പോൾ നിങ്ങളുടെ ഫ്രാങ്ക് ഞാൻ നിനക്ക് കൈക്കൂലി തരാടാ, കൈക്കൂലി ഓഫർ ചെയ്യുവാടാ. ഫസ്റ്റ് 10 രൂപ തരാടാ, $10 മില്യൺ ആണ്ട് 5 കോടിയും കൂടെ. നീ കൈക്കൂലി ഓഫർ ആയല്ലേ മോനെ. അങ്ങനെ നമ്മൾ ട്രവറിനെ പൊക്കിയിട്ടില്ല, രണ്ടുപേരെയും പൊക്കി എന്ന് പറഞ്ഞത് ചുമ്മാണ് കേട്ടോ. നമുക്ക് നാളെ നേരെ കണ്ടെടുത്തത് കേസ്. പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഫസ്റ്റ് ടൈം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നെ ആവശ്യങ്ങളെടുത്ത് പഠിച്ചതാണ്. മുട്ടീനാണ് ഇന്നെ പിടിച്ചോ. ട്രവറിനെ പൊക്കി തോന്നുന്നു. ട്രവർ കൊണ്ട് വെടി കയറി വിളിച്ചിട്ട് ട്രവറല്ല, ട്രവറിലൂടെ സ്റ്റാച്ചു ഇട്ടാൻ മണിയെന്നാണ് ഗൈസ്. നമ്മുടെ സഞ്ജു ശ്രാവൺ വ്ളോഗും അതെൻ്റെ ചേട്ടൻ്റെയാണ് കേട്ടോ. സഞ്ജു എന്ന് പറയുന്നത് ചേട്ടനാണ്. അവനാണെങ്കിൽ നമുക്ക് ഒറ്റി തന്നിട്ടുണ്ട്, ട്രവറിനെ ഒറ്റി തന്നിട്ടുണ്ട്. ട്രവറല്ലേ ആരാണോ നീ? ഞാൻ ഫ്രാങ്ക് മൈക്ക് പറഞ്ഞിട്ട് വന്നേ. നീ മൈക്ക് പറഞ്ഞിട്ട് വന്നേ അല്ലേ? നിങ്ങൾ രക്ഷിക്കാനാ? നീയാണെന്നല്ലോ രക്ഷിച്ച. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ് ചെയ്യണേ ഗൈസ്. വിജയ് സാറ് നിന്നെ പറയുന്നുണ്ടോ? ഇല്ലടാ, അവനൊന്നും ഇല്ലെന്ന് പറഞ്ഞ്. അവനോ സാറ് പ്രസിഡൻറ്റ് ഗൈസ്. ഈ വീഡിയോ കൂടെ സെൻഡ് ആവണം. അപ്പോൾ എല്ലാവർക്കും ബൈ.